Hey my dear guys, welcome to the sessions of the CA Intermediate Paper number 1 Advanced Accounting. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് AS22 അക്കൗണ്ടിംഗ് ഫോർ ടാക്സ് ഓൺ ഇൻകം. ഇത് നമ്മുടെ ഈ ഒരു ASൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പാർട്ടാണ്. നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും, നമ്മളുടെ അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അതിനകത്ത് നിന്ന് നമുക്ക് എന്ത് വരും, ഒരു പ്രോഫിറ്റ് ഡിറൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റിസൾട്ട് പ്രോഫിറ്റ് ഓർ ലോസ് അത് ഡിറൈവ് ചെയ്യും. ആ ഡിറൈവ് ചെയ്യുന്ന പ്രോഫിറ്റും നമ്മൾ ടാക്സ് അടയ്ക്കുന്ന അതിൻ്റെ എത്രയാണോ അതിൻ്റെ മേലിലുള്ള ഇൻകം എന്ന് പറയുന്നത് അതും ഡിഫറെൻ്റ് ആയിരിക്കും. ബിക്കോസ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് അവിടെ ഉണ്ടായിരിക്കുന്ന ഇൻകം ടാക്സ് ലോയെ ബന്ധപ്പെടുത്തിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ടാക്സ് അടയ്ക്കുന്നത്. അങ്ങനെ ടാക്സ് അടയ്ക്കുന്നതിനുള്ള ഇൻകത്തെ നമ്മൾ ടാക്സബിൾ ഇൻകം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ അക്കൗണ്ടിങ് ഇൻകവും ടാക്സബിൾ ഇൻകവും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. ഇതൊരു ടെമ്പററി ഡിഫറൻസ് ആണ്. അടുത്ത വർഷങ്ങളിൽ റിവേഴ്സ് ചെയ്യപ്പെടുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെഫേർഡ് ടാക്സ് നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു ഓൾറെഡി അതെന്താണ്, ഒരു ഡമ്മി ആയിട്ട് നമ്മൾ മാച്ചിങ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ടാണ് എന്തെന്ന് പറയുന്നത് ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസ് ആൻഡ് ദ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി, അല്ലെങ്കിൽ എന്താ ഡെഫേർഡ് ടാക്സ് ഇൻകം ആൻഡ് ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയുന്ന കാര്യം. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഡിഫറൻസിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഐറ്റംസ്, ഏതൊക്കെ ഐറ്റംസ് ആണോ ഇൻകം ടാക്സിനകത്ത് അലോബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകം ഇത് നോക്കുക. അപ്പം അങ്ങനെ ആവാം, അല്ലെങ്കിൽ എമൗണ്ട്സിൻ്റെ വ്യത്യാസം ആവാം. ഇതായിരിക്കും അതിൻ്റെ ഒരു വ്യത്യാസത്തിനുള്ള കാരണം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡെഫിനേഷൻ പാർട്ട് നോക്കിയിരുന്നു. ഡെഫിനേഷനകത്ത് എന്താണ് അക്കൗണ്ടിങ് ഇൻകം അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻകം ടാക്സ് എക്സ്പെൻസ് എടുക്കുന്നതിന് മുന്നേ PBT, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിരിക്കും എന്ത് വരുന്നത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് വരുന്നത്. ഇനി ടാക്സബിൾ ഇൻകം ഓർ ലോസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ അനുസരിച്ച് നമ്മളുടെ എത്രയാണോ പേബിൾ അത് ബേസ് ചെയ്ത് വരുന്ന ഒരു അക്കൗണ്ടിങ് ഇൻകം അല്ലെങ്കിൽ അത് ടാക്സബിൾ ഇൻകം ഓർ ടാക്സബിൾ ലോസ് ആയിരിക്കും വരുന്നത്. ഇനി ടാക്സ് എക്സ്പെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാക്സ് എക്സ്പെൻസ് സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കഴിഞ്ഞിട്ടായിരിക്കും ടാക്സ് എക്സ്പെൻസ് വരുന്നത്. ഈ ടാക്സ് എക്സ്പെൻസിന് രണ്ട് കമ്പോണൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ കറണ്ട് ടാക്സും, മറ്റൊന്ന് ഡെഫേർഡ് ടാക്സും ആയിരിക്കും. കറണ്ട് ടാക്സ് മീൻസ് ഈ വർഷം നിങ്ങളുടെ കമ്പ്യൂട്ടേഷൻ ഷീറ്റ് അനുസരിച്ച് എത്ര എമൗണ്ട് ആണോ നിങ്ങൾ ഇൻകം ടാക്സിലോട്ട് പേ ചെയ്യേണ്ടത്, ഈ എമൗണ്ട് ആയിരിക്കും എന്ത് വരുന്നത്, കറണ്ട് ടാക്സ് ആയിട്ട് വരുന്നത്. ഇനി ഡെഫേർഡ് ടാക്സ് എന്താണ്? ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു പേബിൾ ഇടുകയാണ്, പേബിളിന് അനുസൃതമായിട്ട് ലയബിലിറ്റി ഇടുകയാണ്. അടുത്ത വർഷം പേ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, റിവേഴ്സ് ആയിട്ട് വരും. ഓക്കെ ആണോ? ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും അതിനകത്ത് നമ്മൾ ചെയ്യുന്നത്, മാച്ചിങ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യാനായിട്ട്. ഓക്കെ ആണോ? അടുത്തത് ദെൻ നമ്മൾ പറഞ്ഞത് ഡിഫറൻസ്, ടൈമിംഗ് ഡിഫറൻസ് ആണോ പെർമനൻറ്റ് ഡിഫറൻസ് ആണ്. പെർമനൻറ്റ് ഡിഫറൻസ് ആണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ടൈമിംഗ് ഡിഫറൻസ് മീൻസ് എന്താണ്, അടുത്ത പ്രാവശ്യങ്ങളിൽ റിവേഴ്സ് ആവുന്ന കാര്യമാണ്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ 100% അലോ ചെയ്ത് നമ്മൾ കോസ്റ്റ് എന്ത് ചെയ്തു, ഒരു അസറ്റിൻ്റെ എടുത്തിട്ടുണ്ട്. അടുത്ത വർഷങ്ങളിലായിരിക്കും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് ഡിപ്രീസിയേഷൻ എടുത്തു പോകുന്നത്. എന്തായാലും എന്ത് വരുന്നുണ്ട്, ഇതിൻ്റെ വാല്യൂ സീറോ ആവുന്നുണ്ട്, അസറ്റിൻ്റെ വാല്യൂ സീറോ ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ എന്തുണ്ട്, അത് ടൈമിംഗ് ഡിഫറൻസ് ആണ്. ആ ഡിഫറൻസിനായിരിക്കും ഡെഫേർഡ് ടാക്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഡെഫേർഡ് ടാക്സ് അസറ്റ് ഓർ ലയബിലിറ്റി എന്താണ്, ടൈമിംഗ് ഡിഫറൻസ് എത്രയാണോ ആ ടൈമിംഗ് ഡിഫറൻസ് ഇൻറ്റു ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇനിയുള്ള ടാക്സ് റേറ്റ് എത്രയാണോ ആ ടാക്സ് റേറ്റ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ബാലൻസ് വരുന്നത്. ഇനി ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഓർ അസറ്റ്, ഈ ഒരു സിറ്റുവേഷൻ എപ്പോഴാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി മീൻസ് ഇനി എന്ത് ചെയ്യുന്നുണ്ട്, ലയബിലിറ്റി എന്താണ്, നമ്മൾ ഫ്യൂച്ചറിൽ പേ ചെയ്യാനുള്ള കാര്യമാണ്. ഓക്കെ ആണോ? അപ്പം ഈ ഒരു ലയബിലിറ്റി വരുന്നത് നമ്മൾ ഇപ്രാവശ്യം ടാക്സ് കുറച്ചേ അടച്ചിട്ടുള്ളൂ, ഭാവിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് കൂടുതലായിട്ട് അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ അതെന്താണ്, ഭാവിയിൽ അടയ്ക്കാനുള്ള എമൗണ്ടിന് ലയബിലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇപ്പം പറയുകയാണെങ്കിൽ എന്താണ്, സാലറി ഇപ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്രാവശ്യത്തെയാണ്, പക്ഷേ നമ്മൾ പേ ചെയ്തിട്ടില്ല, ഭാവിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പേ ചെയ്യേണ്ടതാണ്. അപ്പം നമ്മൾ സാലറി പേയബിൾ എന്ന് പറഞ്ഞിട്ട് P&Lനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ് ഷീറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ലയബിലിറ്റി ആയിട്ട് ബുക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്താണ്, അസറ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ പെയ്ഡിന് അഡ്വാൻസ് ആണ്. ഓക്കെ ആണോ? അടുത്ത പ്രാവശ്യങ്ങളിൽ നമ്മൾ അടയ്ക്കേണ്ടതില്ല. ഇപ്പോൾ സാലറിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്രാവശ്യം ഞാൻ സാലറി ഇൻ അഡ്വാൻസ് പേ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? സാലറി ഇൻ അഡ്വാൻസ് പേ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ലോൺസ് ആൻഡ് അഡ്വാൻസിനകത്ത് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട്, സാലറി അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ കാണിക്കുന്ന എന്തിനാണ്, ഓക്കെ ആണോ? ഈ കാണിച്ചേക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സാലറി എമൗണ്ട് ക്യാഷ് ആയിട്ട് പേ ചെയ്യേണ്ടതില്ല, നമുക്ക് അസറ്റ് ആയിട്ടുണ്ട്. അത് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ P&Lനകത്തോട്ട് ഏത് പീരീഡിലാണ് എക്സ്പെൻസ് ആവുന്നത് അന്നേരം നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നു. അങ്ങനെയാണ് ഡെഫേർഡ് ടാക്സ് അസറ്റിൻ്റെ കേസ്. ഇപ്പോൾ ഒരുപാട് പേ ചെയ്യുന്നുണ്ട്, ഭാവിയിൽ കുറച്ച് പേ ചെയ്താൽ മതി, ആ ഒരു സിറ്റുവേഷൻ. ഇനി പറയുകയാണെങ്കിൽ ഇനി ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആൻഡ് അസറ്റ് കേസുകളാണ് പറയുന്നത്. അതെന്ന് പറയുന്നത് നമ്മളുടെ ടാക്സ് റെക്കോർഡ്സ് അനുസരിച്ച് എക്സ്പെൻസ് കൂടുതലാണ്.
ഓക്കെയാണോ? കൂടുതലാണെങ്കിൽ ബുക്സിനകത്ത് കുറവാണ്. ഇങ്ങനെ ഒരു കേസിൽ എന്തായിരിക്കും? എക്സ്പെൻസ് കൂടുതലാണെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഷീറ്റിനകത്ത് എക്സ്പെൻസ് കൂടുതലായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി കുറയും. ആ ടാക്സ് ലയബിലിറ്റി കുറയുവാണെങ്കിൽ ഭാവിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് റിവേഴ്സ് ആകുമ്പോൾ കൂടുതൽ ടാക്സ് അടയ്ക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡെഫർ ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ടാക്സ് റെക്കോർഡ്സ് അനുസരിച്ച് എക്സ്പെൻസ് നിങ്ങൾ കുറച്ചാണ് എടുത്തേക്കുന്നത്, ബട്ട് ബുക്കിനകത്ത് കൂടുതൽ എക്സ്പെൻസ് ആണ് എടുത്തേക്കുന്നത്. കമ്പ്യൂട്ടേഷൻ ഷീറ്റിനകത്ത് ഇത് കുറവ് എക്സ്പെൻസ് എടുത്തേക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് ടാക്സ് പേ ചെയ്യേണ്ടി വരും, ബട്ട് ബുക്സിനകത്ത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ എക്സ്പെൻസുകൾ എടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ അനുസരിച്ച് നമ്മുടെ ടാക്സിബിൾ ഇൻകം കൂടുതലായിരിക്കും. അപ്പം ടാക്സ് എന്ത് ചെയ്യണം? ഒരുപാട് പേ ചെയ്യണം. ഓക്കെയാണോ? അങ്ങനെയാണെങ്കിൽ പേ ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ഡെഫർ ടാക്സ് അസറ്റ് എന്ന് പറയും. ഇനി ഇൻകം ടാക്സ് റെക്കോർഡ്സിനകത്ത് നമ്മുടെ ഇൻകം എന്താണ്? കൂടുതലാണ്. ഓക്കെയാണോ? ബട്ട് ബുക്സിനകത്ത് കുറവാണ്. ഓക്കെയാണോ? അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് ടാക്സ് പ്രാവശ്യം പേ ചെയ്യണം. അതും ഡെഫർ ടാക്സ് അസറ്റ് ആയിരിക്കും. ഇനി ഇൻകം ടാക്സ് റെക്കോർഡ്സിനകത്ത് ഇൻകം എന്താണ്? കുറച്ചാണ് കാണിച്ചേക്കുന്നത്, ബുക്കിനകത്ത് എന്തുണ്ട്? കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കൂടുതൽ പേ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ഡെഫർ ടാക്സ് ലയബിലിറ്റി എന്ന് പറയും. ഇനി അഡ്വാൻസ് ടാക്സ് നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ജേണൽ എൻട്രി വൈസാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്തുണ്ട്? ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യണമെന്ന് ഇൻകം ടാക്സ് പറയുന്നുണ്ട്. അങ്ങനെ ഇൻകം ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്കെ, നമ്മൾ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യണം. അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? നമ്മുടെ ബാങ്ക് വഴിയായിട്ട് എമൗണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു അസറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ആ അസറ്റ് കുറയുന്നുണ്ട്. അതേസമയം തന്നെ എന്തുണ്ട്? അഡ്വാൻസ് ടാക്സ് പേ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അസറ്റ് കൂടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെയാണോ? യെസ്. ഓക്കെയാണോ? അസറ്റ് കുറഞ്ഞു, അസറ്റ് കൂടി, ഇതാണ് അവിടെ വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് അടുത്ത വർഷത്തിൽ ഇൻകം ടാക്സ് എക്സ്പെൻസ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പെൻസ് നമ്മുടെ കറണ്ട് ടാക്സ് ലയബിലിറ്റി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ലയബിലിറ്റി നമുക്ക് പേ ചെയ്യാനുള്ള എമൗണ്ട് ഉണ്ട്. ഓക്കെയാണോ? നമ്മൾ പി ആൻഡ് എല്ലിനകത്ത് എക്സ്പെൻസ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുമുണ്ട്. നമ്മളുടെ ലയബിലിറ്റി ടു പേ എന്ത് വരുന്നുണ്ട്? അതും കൂടുന്നുണ്ട്. ഓക്കെയാണോ? ഇനി ഭാവിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കറണ്ട് ലയബിലിറ്റി ഉള്ളത്, ടാക്സ് ലയബിലിറ്റി എത്രയാണോ ഉള്ളത് അതൊന്നെങ്കിൽ ബാങ്ക് വഴി അടയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി അഡ്വാൻസ് ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടുന്നുണ്ട്? കറണ്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്ന ലയബിലിറ്റി കുറയുന്നു. ആൻഡ് പി ആൻഡ് എല്ലിന് ബാലൻസ് ഷീറ്റിനകത്ത് കിടക്കുന്ന അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്ന അസറ്റ് പേ ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? അത് കുറയുന്നുണ്ട്. രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. യെസ്. അടുത്തതെന്ന് പറയുന്നത് ഇനിയും ഇപ്പം കറണ്ട് ടാക്സ് ലയബിലിറ്റി കൂടുതലാണ്. നമ്മുടെ അഡ്വാൻസ് ടാക്സ് നമ്മൾ പേ ചെയ്തേക്കുന്നതിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അത് പേ ചെയ്യണം. പേ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ബാലൻസ് ഷീറ്റിനകത്ത് ഒരു അസറ്റ് കുറയും. ഓക്കെയാണോ? ഇപ്പോൾ അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു, ഇതിനെക്കാട്ടിലും കുറയേണ്ടതുണ്ട്. ബാങ്ക് വഴി ബാക്കി എന്ത് ചെയ്യണം? പേ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ലയബിലിറ്റി സൈഡിനുണ്ട് കറണ്ട് ടാക്സ് എത്രയാണോ ലയബിലിറ്റി കിടക്കുന്നത്, പേയബിൾ ആയിട്ട് കിടക്കുന്നത്, അത് നമ്മൾ പേ ചെയ്യുന്നു. ജസ്റ്റ് സാധാരണ നമ്മുടെ പേ ചെയ്യുന്ന എൻട്രി തന്നെ. ലയബിലിറ്റി അങ്ങനെയുള്ള കുറയുന്നു. ആൻഡ് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു അസറ്റ് കുറയുന്നു. കറണ്ട് അസറ്റ് ലയബിലിറ്റി അക്കൗണ്ടഡ് ടു ബാങ്ക്. ഓക്കെയാണോ? ഇനി നമ്മൾ ഒത്തിരി അഡ്വാൻസ് ടാക്സ് പേ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റുന്നുണ്ട്? നമുക്ക് ആ എമൗണ്ട് തിരിച്ച് കിട്ടേണ്ടതുണ്ട്, റീഫണ്ട് ആയിട്ട് കിട്ടേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്ന ഹെഡിൽ നിന്ന് അതിനെ ജസ്റ്റ് റീഫണ്ട് റിസീവബിൾ എന്ന് പറയുന്ന ഒരു ഹെഡിനകത്തോട്ട് മാറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്ന അല്ല ഇനി അത് ഇൻകം ടാക്സ് റീഫണ്ട് എന്ന് പറയുന്ന അസറ്റാണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻകം ടാക്സ് റീഫണ്ട് എന്ന് പറയുന്ന അത് റിസീവബിൾ ആയിട്ടുള്ള അസറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ആൻഡ് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്ന അസറ്റ് കുറയുന്നുണ്ട്. ഓക്കെ ആണോ? ഇനി ഡെഫേർഡ് ടാക്സ് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സാലറി പേയബിളിൻ്റെ എൻട്രി ഇട്ടാൽ മതി. ഓക്കെ ആണോ? അതേപോലെ തന്നെ ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസ്. ഓക്കെ, അതെന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് നമ്മളുടെ എക്സ്പെൻസ് എത്രയാണ് കൂടുന്നത്? ഓക്കെ ആണോ? പി ആൻഡ് എല്ലിനകത്ത് എത്രയാണ് കൂടുന്നത്? എന്തായിരിക്കും സംഭവിക്കുന്നത്? ലയബിലിറ്റി കൂടും. ഓക്കെ ആണോ? അതിനെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ഇനി അസറ്റ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്ന കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ലയബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കുറയുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒന്നായിരിക്കും സിറ്റുവേഷൻ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം ഡെഫേർഡ് ടാക്സ് അസറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്താണ്? ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്ന ഒരു ഇൻകം ആയിരിക്കും വരുന്നത്. ഓക്കെ ആണോ? പി ആൻഡ് എല്ലിനകത്ത് നമ്മൾ ഇൻകം ആയിരിക്കും എന്ത് ചെയ്യുന്നത്? വരുന്നത്. ബൈ സപ്പോർട്ടിങ് എന്തായിരിക്കും വരുന്നത്? ഇൻകം കൂടുമ്പോൾ എന്ത് ചെയ്തു? അസറ്റ് കൂടി. ഓക്കെ, ഡെഫേർഡ് ടാക്സ് അസറ്റ്. ഇത് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? റിവേഴ്സലിനും സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണോ? റിവേഴ്സലിന് സംഭവിക്കുകയാണെങ്കിൽ ഇപ്പം സംഭവിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ഡയറക്ട്ലി ഡെഫേർഡ് ടാക്സ് അസറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യത്തില്ല. അതിന് പകരമായി ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി തന്നെ ആയിരിക്കും കുറച്ചുകൊണ്ട് വരുന്നത്. ഓക്കെ ആണോ? ഫോർ ദ എക്സാമ്പിൾ ഇപ്പം നമുക്ക് എന്താണ് സാലറി പേയബിൾ ഉണ്ട്. പേയബിൾ ഒരു 1000 രൂപ ഉണ്ടെന്ന് വെച്ചു. ഓക്കെ ആണോ?
നമ്മൾ പേ ചെയ്യുവാണെങ്കിൽ എന്ത് വരും? 1000 കുറയും. ഓക്കെയാണ്. ഈ പേബിളും സാലറി ഇൻ അഡ്വാൻസ് ഞാൻ ഓൾറെഡി ഇയാൾക്ക് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പേബിൾ എന്ന് പറയുന്ന ലയബിലിറ്റി എന്ത് ചെയ്യണം? ഇത് സെക്കൻഡ് സിറ്റുവേഷൻ ആണ്. ഇത് ഫസ്റ്റ് സിറ്റുവേഷൻ ആണ്. ഇത് ബാങ്ക് വഴി പേ ചെയ്തത്. ഓക്കെ. സാലറി പേബിൾ എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട്, ആ ഒരു ലയബിലിറ്റി ഉണ്ടായിരുന്നു 1000 രൂപ. ബട്ട് ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു സാലറി ഇൻ അഡ്വാൻസ് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണോ? അങ്ങനെ ആണെങ്കിൽ ഈ 1000 രൂപ സീറോ. ഓക്കെ. ദ സെയിം കൈൻഡ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സംഭവിക്കുന്നുണ്ട്. റിവേഴ്സൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ ആണോ? കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ കാണിച്ച എമൗണ്ടിനെ എത്രയാണോ കാണിച്ചത് അത്ര വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്തിട്ടായിരിക്കും വീണ്ടും വരികയാണെങ്കിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെഫേർഡ് ടാക്സ് അസറ്റിനകത്തോട്ട് ഇതിനെ ട്രാൻസ്ഫർ ചെയ്ത് ഡെഫേർഡ് ടാക്സ് അസറ്റായി കാണിക്കുന്നത്. ഓക്കെയാണ്. ഒരു ബാലൻസ് ഷീറ്റിനകത്ത് എന്ത് ചെയ്യത്തില്ല, രണ്ടും ഒരേ സമയം വരില്ല. ഇതിൻ്റെ ഒരു നെറ്റ് സെറ്റ് ഓഫ് ആയിരിക്കും വരുന്നത്. ഓക്കെയാണ്. ഇനി ഓക്കെയാണ്. അടുത്തെന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ അസറ്റിൻ്റെ കേസ് ആണെങ്കിൽ, ഡെഫേർഡ് ടാക്സ് അസറ്റിൻ്റെ കേസ് ആണെങ്കിൽ റിവേഴ്സൽ സംഭവിക്കുമ്പോൾ എന്ത് വരും? നമ്മുടെ ഇൻകം കുറഞ്ഞു, അസറ്റ് കുറഞ്ഞു എന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഏതാണ് വരുന്നതെങ്കിലും അതിൻ്റെ സെറ്റ് ഓഫ് നിങ്ങളാണെങ്കിൽ ഈ ഒരു എൻട്രീസിന് എന്ത് ചെയ്യാം? ജസ്റ്റ് തിങ്ക്, എന്നിട്ട് എന്ത് ചെയ്യുക? അത് പഠിക്കുക. ഓക്കെ ആണോ? ഈ കാര്യം മനസ്സിലാക്കി. ഇത് റിവേഴ്സൽ സംഭവിക്കും. ഞാൻ പറഞ്ഞ ഈ സാലറിയുടെ കേസ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. സാലറി പേബിളും സാലറി അഡ്വാൻസും തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യും? നെറ്റ് ചെയ്യും. ദ സെയിം കൈൻഡ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡെഫേർഡ് ടാക്സ് അസറ്റ് ആയാലും ലയബിലിറ്റി ആയാലും ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഓൾറെഡി ബാലൻസ് ഷീറ്റ് എന്തെങ്കിലും കിടപ്പുണ്ടോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത്? സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് ചെയ്യാനുള്ളത്. ഇല്ലെങ്കിൽ അതിനെ നെറ്റ് അടിക്കുക. ഓക്കെ ആണോ? ഇനി ഇൻകത്തിൻ്റെ കേസിനകത്തും അതേപോലെ ഇൻകം കുറഞ്ഞു, അസറ്റ് കുറഞ്ഞു, ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ. ഇനി ടാക്സ് എക്സ്പെൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി. നമ്മൾ P&L-നകത്ത് എത്രയാണോ ടാക്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് അതെന്താണ്? കറണ്ട് ടാക്സ് പ്ലസ് ഡെഫേർഡ് ടാക്സ് ആയിരിക്കും എമൗണ്ട് വരുന്നത്. ഇനി കറണ്ട് ടാക്സ് എന്താണ്? കറണ്ട് ടാക്സ് മീൻസ് നമ്മൾ എത്രയാണോ ടാക്സ് പ്രോഫിറ്റ് ടാക്സ് പേ ചെയ്യേണ്ടത് അതായിരിക്കും എന്ത് ചെയ്യേണ്ടത്? കറണ്ട് ടാക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി ഡെഫേർഡ് ടാക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. ടൈമിംഗ് ഡിഫറൻസിനകത്തുനിന്ന് എറൈസ് ചെയ്യുന്ന ആ ഒരു കാര്യമാണ്. അക്കൗണ്ടിങ് ഇൻകം ആൻഡ് ദ ടാക്സിബിൾ പ്രോഫിറ്റിനകത്തുനിന്ന് വരുന്ന എമൗണ്ട്. മാച്ചിങ് കോൺസെപ്റ്റിനകത്ത് അതിൻ്റെ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡെഫേർഡ് ടാക്സിനെ കൊണ്ടുവരുന്നത്. ഓക്കെയാണ്. യെസ്. അടുത്ത ഞാൻ പറഞ്ഞത് മറ്റേ ടൈമിംഗ് ഡിഫറൻസ് വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വരുന്ന ഡിഫറൻസ് ടൈമിംഗ് ഡിഫറൻസ് ആണെങ്കിൽ മാത്രമാണ് DT ആൻഡ് DTL ക്രിയേറ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എന്താണ്? നമ്മൾ പ്രത്യേകിച്ച് ഡെഫേർഡ് ടാക്സിൻ്റെ ഇമ്പാക്റ്റുകൾ കാര്യങ്ങൾ വരുന്നില്ല. ഓക്കെ ആണോ? ഇനി ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആൻഡ് അസറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അസറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ആ അസറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു റീസണബിൾ സെർട്ടേണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ, ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ? നിങ്ങൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യാവൂ. അതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ DTL ലോസും അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനും വരുവാണ്. ഇപ്പം എന്താണ് സംഭവിക്കുന്നത്? ഇൻ ദ ഫസ്റ്റ് ഇയർ, ഒന്നാമത്തെ വർഷം എന്താണ്? നമുക്ക് ലോസ് ആണെന്ന് വെച്ചു. ഓക്കെ ആണോ? ലോസ് ഒരു 10,000 റുപ്പീസ് ഉണ്ട്. ഈ അടുത്ത വർഷങ്ങളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രോഫിറ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ ആണോ? നമ്മുടെ ITR കറക്റ്റായി ഫയൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? ഈ ലോസിനെ ക്യാരി ഫോർവേഡ് ചെയ്യാം, അല്ലെങ്കിൽ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനെ ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത വർഷങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു എന്ത് വരുന്നുണ്ട്? ഒരു അവസരം ഇൻകം ടാക്സ് തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷങ്ങളിൽ ചിലപ്പോൾ 5000 ആയിരിക്കും പ്രോഫിറ്റ് വരുന്നത്. അടുത്ത വർഷങ്ങളിൽ പിന്നെ എന്തായിരിക്കും വരുന്നത്? ഒരു 2000 വരുന്നുണ്ട് ആൻഡ് 3000 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന എമൗണ്ടുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വെച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെയാണ്. ബട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലോസിൻ്റെ മുകളിലുള്ള ഈ ഒരു ടാക്സിനെ നമ്മൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സോറി, ഓക്കെ, ലീവ് ഇറ്റ്. അസറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? സാധാരണഗതിയിൽ ഡെഫേർഡ് ടാക്സ് അസറ്റുകളെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കേണ്ടത് ഒരു റീസണബിൾ സെർട്ടനിറ്റി ആയിരിക്കും. ഇനി ഡെഫേർഡ് ടാക്സ് അസറ്റാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡമ്മി സാധനമാണ്. ഓക്കെ ആണോ? അതാണെങ്കിൽ അവിടെ ഒരു വിർച്വൽ സെർട്ടനിറ്റി ഉണ്ടായിരിക്കണം. അതിന് സപ്പോർട്ട് ചെയ്യാനൊരു കൺവിൻസിങ് എവിഡൻസ് ഉണ്ടാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡെഫേർഡ് ടാക്സ് അസറ്റിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ എന്താണ് വിർച്വൽ സെർട്ടനിറ്റി? അതെന്ന് പറയുന്നത് ഏകദേശം നല്ല പ്രോബിലിറ്റി ഉണ്ടായിരിക്കണം. ഏറ്റവും കൂടിയ പ്രോബിലിറ്റി ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി എന്താണ് നമ്മളുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണെങ്കിൽ അസറ്റ് എന്ത് ചെയ്യണം? ഓരോ പ്രാവശ്യവും റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇതെന്താണ്? വിർച്വൽ സർട്ടനിറ്റി ഉണ്ടോ അതോ റീസണബിൾ സർട്ടനിറ്റി ആവുന്നുണ്ടോ? ഇപ്പം ഇനി അസറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി ഡെഫേർഡ് ടാക്സ് ഇൻകം ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ അതിനെ എക്സ്പെൻസ് ആക്കി മാറ്റി അതിൻ്റെ എഫക്റ്റ് P&L നിന്ന് മാറ്റണം. ആൻഡ് ബാലൻസ് ഷീറ്റിനകത്ത് ഡെഫേർഡ് ടാക്സ് അസറ്റിനെ എന്ത് ചെയ്യണം? റിട്ടേൺ ഓഫ് ചെയ്യണം. ഓക്കെ ആണോ? ഇനി നമ്മൾ ഡെഫേർഡ് ടാക്സ് അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇത് വിർച്വൽ സർട്ടനിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക?
റെക്കഗ്നൈസ് ചെയ്യുക. ഈ രണ്ട് സിറ്റുവേഷൻസ് ആണ് ഉള്ളത്. ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോഴും വിർച്വൽ സർട്ടൺ ആണോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഇത് എപ്പോഴെങ്കിലും ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അസറ്റായിട്ട് മാറ്റുക. വിർച്വൽ സർട്ടണിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു, ആൾമോസ്റ്റ് അബ്സല്യൂട്ട് ആയിരിക്കണം, ഏകദേശം എന്താണ് ആൾമോസ്റ്റ് ആയിരിക്കണം. ഓക്കെ ആണോ? മെജോറിറ്റി നമുക്ക് എന്ത് ചെയ്യണം, സർട്ടൺ ആയിരിക്കണം. ആൻഡ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് ഉണ്ടായിരിക്കണം. ഏതാണ്? 31 മാർച്ച് അന്നായിരിക്കണം, ഫിനാൻഷ്യൽ ഇയർ കഴിയാറാകുമ്പോഴായിരിക്കും വരുന്നത്. ഇനി ഡിസ്ക്ലോഷേഴ്സിൻ്റെ കാര്യം, കമ്പനീസ് ആക്ട് അനുസരിച്ചായിരിക്കും ഇപ്പം ഡിസ്ക്ലോഷറുകൾ പോകുന്നത്. നമ്മൾ പി എൽ എല്ലിനകത്ത് എങ്ങനെ ചെയ്യണമെന്നൊന്നും നമ്മുടെ ഈ ഒരു AS22 എന്ന് പറയുന്നതിനകത്ത് ഫോർമാറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഏതാണ് ഷെഡ്യൂൾ 3 പറഞ്ഞ രീതിയിലായിരിക്കും പോകുന്നത്. ഷെഡ്യൂൾ 3 പറഞ്ഞേക്കുന്നത് നിങ്ങൾ എന്താണ് കറണ്ട് ടാക്സ്, ഡെഫേർഡ് ടാക്സ് എന്താണ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുക. ഇനി ഓഫ്സെറ്റിൻ്റെ കാര്യം പറഞ്ഞത്, കറണ്ട് ടാക്സും ഡെഫേർഡ് ടാക്സും കൂടെ ഓഫ്സെറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ടാക്സ് എക്സ്പെൻസ് ആയിട്ട് മാറ്റുന്നത്. ഓക്കെയാണ്. മൈനസും പ്ലസും ഫിഗർ വരുവാണെങ്കിൽ എന്താണ് ഇതിനകത്ത് ഇപ്പം 100 രൂപയുണ്ട്, 80 രൂപ എങ്കിൽ ബാക്കി എന്താണ് 20 ആയിട്ടായിരിക്കും വരുന്നത്. ഇതാണ് ഓഫ്സെറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെയാണ്. ഇവിടേക്ക് നമുക്ക് വരാം. ഓക്കെയാണോ? ജസ്റ്റ് കുറച്ച് ഇല്ലുസ്ട്രേഷൻസിനകത്തോട്ട് പോവാം. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ നമ്പർ 1, ഒരു കമ്പനിയുണ്ട്, രാമ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി. രാമ ലിമിറ്റഡ് എന്താണ്, അവരുടെ ഡിപ്രീസിയേഷൻ ആസ് പെർ അക്കൗണ്ടിങ് റെക്കോർഡ്സ് അനുസരിച്ച് അവരുടെ P&L-നകത്ത് 2 ലക്ഷം രൂപയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിപ്രീസിയേഷൻ എടുത്തേക്കുന്നത്. ഇനി അവർ ഇൻകം ടാക്സ് റെക്കോർഡ്സ് അനുസരിച്ച് അലൗബിൾ ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ എത്രയാണ്? 5 ലക്ഷമാണ്. ഈ പീരീഡിൽ 5 ലക്ഷം രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ്. എക്സ്പെൻസ് ആസ് പെർ ദ കമ്പ്യൂട്ടേഷൻ ഷീറ്റ് എന്താണ് കൂടുതലാണ്. ഓക്കെ ആണോ? ഇനി നമ്മുടെ ബുക്സിൽ കുറവായിരിക്കും. ഇനി പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അൺഅമോർട്ടൈസ്ഡ് ആണ്. ഓക്കെ ആണോ? നമ്മുടെ ബുക്സിനകത്തുണ്ട്, ഇൻകം ടാക്സിനകത്ത് അലൗബിൾ അല്ല. സോ നമുക്കിതെന്താണ്, നമ്മൾ ബുക്കിൽ കൂടുതലും ക്യാപിറ്റേഷൻ ഷീറ്റ് കുറവാണ്. അങ്ങനെ വരുന്ന കേസിൽ എന്താണ്, ഇത് ഡെഫേർഡ് ടാക്സ് അസറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ ആണോ? അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ലയബിലിറ്റി ആൻഡ് അസറ്റ് ഇതിന് നെറ്റ് ഓഫ് ആയിട്ടായിരിക്കും നമ്മൾ ഡെഫേർഡ് ടാക്സിനെ ക്രിയേറ്റ് ചെയ്ത് P&L-നകത്ത് ഇടുന്നത്. ഓക്കെ ആണോ? യെസ്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ആൻസേഴ്സ് വരികയാണ്. നമ്മൾ അസ്യൂം ചെയ്തൊരു ഫിഗറാണ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം ആണെന്ന് വെച്ചാൽ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അനുസരിച്ച് 10 ലക്ഷം രൂപയാണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിപ്രീസിയേഷൻ ആസ് പെർ ബുക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രിലിമിനറി എക്സ്പെൻസ് ആസ് പെർ ബുക്കും എന്ത് ചെയ്യുന്നുണ്ട്, അലൗബിൾ ആണ്. അതും ആഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. ഇത് രണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, അലൗബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് അല്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണ്. ബട്ട് ഇൻകം ടാക്സിനകത്ത് എന്ത് അലൗബിൾ ആണ്, നമ്മുടെ ഡിപ്രീസിയേഷൻ 5 ലക്ഷം രൂപ അലൗബിൾ ആണ്. ഈ നെറ്റ് പ്രോഫിറ്റ് ഞാൻ കൈ നിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും നമ്മുടെ ടാക്സബിൾ ഇൻകം വരുന്നത്? 7,30,000 ആയിരിക്കും വരുന്നത്. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ എത്രയായിരിക്കും നമ്മുടെ ടാക്സ് ലയബിലിറ്റി വരുന്നത്? 3,65,000 രൂപയായിരിക്കും ടാക്സ് ലയബിലിറ്റി ആയിട്ട് വരുന്നത്. ഇനി അക്കൗണ്ടിങ്ങിൻ്റെ എടുത്തു നോക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപയാണ് നമ്മുടെ അവിടെ ഉണ്ടായിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ പ്രോഫിറ്റും അതിനകത്ത് നമ്മൾ അലൗബിൾ അല്ലാത്ത എക്സ്പെൻസ് എന്ത് ചെയ്തു, ആഡ് ബാക്ക് ചെയ്തതാണ്. ഓക്കെ ആണോ? ഇനി അക്കൗണ്ടിങ് റെക്കോർഡ്സ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ എന്തുണ്ട്, ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഡിഫറൻസ് ഉണ്ട്. ഈ ഡിഫറൻസ് അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടാക്സ് റേറ്റ് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ടാക്സ് ഡിഫറൻസും രണ്ടിൻ്റെ ടാക്സിൻ്റെ ഡിഫറൻസ് തമ്മിലെടുത്ത് നോക്കിയാലും നമുക്ക് എന്താണ് കറക്റ്റായിട്ടുള്ള ഫിഗർ കിട്ടും. ബട്ട് ഇത് ടാക്സ് റേറ്റുകൾ മാറുന്ന കേസിൽ ഇത് മാറും. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളുടെ എത്രയാണോ അക്കൗണ്ടിങ് ഇൻകം ഉള്ളതും ആൻഡ് ദ ടാക്സബിൾ ഇൻകം ഉള്ളതും അതിൻ്റെ ഡിഫറൻസ് എടുത്താലും മതി. ഇൻ കേസിൽ എന്താണ്, ഈ ഒരു കേസിൽ എന്താണ് 2,70,000 രൂപയാണ് നമ്മുടെ ഡിഫറൻസ് വരുന്നത്. ഈ 2,70,000 ഇൻറ്റു 0.5 അടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 1,35,000 രൂപ കിട്ടും. ഓക്കെയാണ്. ഈ കേസായിരിക്കും നമ്മൾ ജനറലി ഫോളോ ചെയ്യുന്നത്. ഞാനിവിടെ അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. ടാക്സ് റേറ്റ് സെയിം ആണെങ്കിൽ, എല്ലാ വർഷവും സെയിം ആയി പോവുകയാണെങ്കിൽ ഈ രണ്ട് മെത്തഡോളജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി പഠിച്ചത് വാട്ട് എവർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാട്ട് എവർ ദ അക്കൗണ്ടിങ് ഇൻകം ആൻഡ് ദ ടാക്സിബിൾ ഇൻകം, ഇതിന് മുകളിലായിരിക്കും നമ്മൾ എന്താണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ് റേറ്റ് ചാർജ് ചെയ്യുന്നത്. ഓക്കെയാണ്. ആ കേസ് ഈ രീതി ചെയ്താലും ശരിയാണ്, ഈ രീതി ചെയ്താലും ശരിയാണ്. ബട്ട് പ്രശ്നം വരുന്നതെന്ന് പറയുന്നത് ടാക്സ് റേറ്റ് മാറുന്ന ഒരു കേസിലാണെങ്കിൽ ഇതിനകത്ത് ഒരു ചെറിയ ഡിഫറൻസ് വരും. സോ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം. ബട്ട് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ്, ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെയാണോ? അപ്പം ദ സെയിം ആൻസർ അത് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെയാണോ? യെസ്. ഇനി നമ്മളുടെ അക്കൗണ്ടിൽ പ്രോഫിറ്റിനകത്ത് വരുന്ന ടാക്സ് 5 ലക്ഷമാണ്. ഇൻകം ടാക്സിനകത്ത് വരുന്നത് 3,60,000. ഈ ഡെഫേർഡ് ടാക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു 1,35,000. ഓക്കെയാണോ? അപ്പോൾ എന്ത് കിട്ടും, നമ്മളുടെ ടാക്സ് എക്സ്പെൻസ് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് വരികയാണെങ്കിൽ
ഈ കേസിൽ എന്താ പറയുന്നത്, ഒരു കമ്പനി ഉണ്ട് ഒമേഗ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇവിടെ ഒരു കമ്പനി ഉണ്ട് ഒമേഗ ലിമിറ്റഡ്. ഈ കമ്പനി എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രോജക്റ്റുകൾ റൺ ചെയ്യുന്നുണ്ട്. ഈ പ്രോജക്റ്റുകൾ എന്താണ്, കംപ്ലീറ്റ് ചെയ്യും വിത്തിൻ 3 ഇയേഴ്സിൽ. ഓക്കെ ആണോ? ഇവർ ഫോളോ ചെയ്യുന്ന ബുക്സിനകത്ത് ഫോളോ ചെയ്യുന്നത് ദ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡാണ്. നിങ്ങൾ ഓൾറെഡി കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് എന്ന് പറയുന്ന എഫിനകത്ത് നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പം ഇവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് എത്രയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, അത്രയും കംപ്ലീറ്റ് ചെയ്തത് ഇൻറ്റു ആ പ്രോജക്റ്റിനകത്ത് എത്രയാണ് നമ്മുടെ പ്രോജക്റ്റിൻ്റെ വാല്യൂ വരുന്നത്, ആ എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെയാണ്? കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ വെയിറ്റ് ചെയ്യത്തില്ല, എത്രയാണോ കംപ്ലീറ്റ് ചെയ്ത് വരുന്നത് അവിടം വരെ ആയിരിക്കും എടുക്കുന്നത്. അതിൻ്റെ ഇൻകം എന്ത് ചെയ്യും, റെക്കഗ്നൈസ് ചെയ്യും. അപ്പം ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് 3 വർഷമാണ്. ഇതിനകത്ത് ആദ്യത്തെ വർഷം ഈ കംപ്ലീഷൻ മെത്തേഡ് അനുസരിച്ച് 11 ലക്ഷം, അടുത്ത വർഷം 16 ലക്ഷം, പിന്നെ 21 ലക്ഷം, ഇങ്ങനെ 3 ഇൻകം ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇൻകം ടാക്സിൻ്റെ പർപ്പസിനകത്ത് എന്തായിരിക്കും, അവർ കംപ്ലീറ്റഡ് കോൺട്രാക്ട് അനുസരിച്ചായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരു കോൺട്രാക്ട് കഴിഞ്ഞാൽ മാത്രമേ അവരെന്ത് ചെയ്യത്തുള്ളൂ, അത് ഇൻകമായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെയാണോ? അപ്പം അവിടെ വരുന്നതെന്ന് പറയുന്നത് ഇതുവരെയുള്ളത് 7 ലാക്ക് ആൻഡ് 18 ലാക്ക് ആൻഡ് 23 ലാക്ക് ആയിരിക്കും വരുന്നത്. ഓക്കെയാണോ? 3 വർഷത്തെ ഇത് വരുന്നത്. അപ്പോൾ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വരുന്നുണ്ട്, ഇൻകം റെക്കഗ്നൈസ് ചെയ്യുന്നതിനകത്ത് ഡിഫറൻസ് വരുന്നുണ്ട്. ഇവിടുത്തെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 35% ആണ്. അപ്പം ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കേസുകളിൽ ആദ്യത്തെ വർഷം 11 ലക്ഷം 7 ലക്ഷമാണ്. അടുത്ത വർഷങ്ങളിൽ വരുമ്പോൾ എന്തുണ്ട്, ഇത് റിവൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിനകത്തുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം, ഇതൊരു ഡിഫറൻസ് ആണ്. ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ടെമ്പററി ഡിഫറൻസ് ആണ്. അടുത്ത വർഷങ്ങളിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സെയിം ആവുന്നുണ്ട്. ഓക്കെ ആണോ? 48 ലാക്ക് ആവുന്നുണ്ട്. ഓക്കെ ആണോ? 48 ലാക്ക് ആവുന്നുണ്ട് രണ്ടിനകത്തും. അതുകൊണ്ട് തന്നെ ഈ ഡിഫറൻസ് റിവേഴ്സൽ ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ ആണോ? യെസ്. എന്താ പറഞ്ഞേക്കുന്നത്, അക്കൗണ്ടിങ്ങിനകത്തുള്ള രണ്ടിൻ്റെ വ്യത്യാസമാണ്. ഇത് ഫസ്റ്റ് ഇയറിൽ നമ്മുടെ അക്കൗണ്ടിങ് ഇൻകം എന്ന് പറയുന്നത് 11 ലാക്കും ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 7 ലാക്കുമാണ്. സെക്കൻഡ് ഇയർ വരുവാണെങ്കിൽ 16 ലാക്ക് 18 ലാക്ക് വരുന്നുണ്ട്. ഡിഫറൻസ് വരുന്നത് എന്താണ്, 2 ലാക്കാണ്. റിവേഴ്സ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഈ 22-23 വരുന്നത് 21 ലാക്ക് ആൻഡ് 23 ലാക്ക്. ഇവിടെയും 2 ലാക്കിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അത് 4 ലാക്ക് ആദ്യത്തെ വർഷത്തിനകത്ത് നിന്ന് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെയാണ്? ഇനി ഡെഫേർഡ് ടാക്സിൻ്റെ കാര്യം വരുവാണെങ്കിൽ നമുക്ക് എത്രയാണ് വരുന്നത്, ഈ ഒരു ഡിഫറൻസിൻ്റെ വാട്ട് എവർ ദ ടാക്സ് റേറ്റ്, ഇപ്പോൾ 1,40,000 ആണ് വരുന്നത്. ഓക്കെയാണ്? ഈ 1,40,000 എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത വർഷങ്ങളിൽ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. 2 ലാക്കിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അതിൻ്റെ 35% നമുക്ക് ടാക്സ് റേറ്റ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ആയിരിക്കും വരുന്നത്, നമ്മളുടെ 17,000 ആയിരിക്കും വരുന്നത്. ഓക്കെയാണോ? ഈ വർഷം 2 ലാക്കിൻ്റെ 35%, അടുത്ത പ്രാവശ്യം 2 ലാക്കിൻ്റെ 35%. ഇവിടെ രണ്ടിടത്തും എന്താണ് ഡിഫറൻസ്, സെയിം ആവുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ഡെഫേർഡ് ടാക്സ് ആയിരിക്കും, ലയബിലിറ്റി ആയിരിക്കും വരുന്നത്. അങ്ങനെ ഇത് തേർഡ് ഇയറിൽ 0 ആവുന്നുണ്ട്. ഇത് ഇത് ടെമ്പററി ഡിഫറൻസ് ആണ്. ഈ ഡിഫറൻസ് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നതുകൊണ്ട് 0 ആവുന്നുണ്ട്. ഇനി നമ്മുടെ P&L-നകത്ത് ഇത് ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസ് എത്രയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഫസ്റ്റ് ഇയർ 1,40,000 രൂപ വരുന്നുണ്ട്. ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്ത വർഷം എന്ത് വരുന്നുണ്ട്, നമ്മൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി 70,000 രൂപയെ വരുന്നുള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 70,000 രൂപ എക്സ്പെൻസ് ആക്കി കളയുന്നുണ്ടെന്ന് അർത്ഥം. അടുത്ത വർഷം എന്താണ് വരുന്നത്, 0 ആവുന്നുണ്ട്. 0 ആവുകയാണെങ്കിൽ എന്താണ്, എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 70,000 തന്നെയാണ്. ഓക്കെയാണ്? അങ്ങനെയാണ് ഇതാണ് നില്ലാവുന്നത്. ദ സെയിം കേസ് ഇവിടെ പറഞ്ഞേക്കുന്നത് തന്നെ. ഓക്കെയാണ്? ഇതേ കാര്യം നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ ഒരു പ്രസൻറ്റേഷൻ എടുത്തതേ ഉള്ളൂ. രണ്ടും എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം മനസ്സിലാക്കുക, ഫസ്റ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, റിവേഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? യെസ്. ഇനി അടുത്തൊരു കേസ് പറയുകയാണെങ്കിൽ, ഇത് മുകളിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത അതേ കേസ് തന്നെയാണ് വരുന്നത്. എന്താണ്, നമ്മുടെ 30,000 രൂപ അൺഅമോർട്ടൈസ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ട്. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ് ആണ്. ഈ എമൗണ്ടിന് എന്ത് ചെയ്യണം, നമ്മുടെ P&L-നകത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ബട്ട് ഇൻകം ടാക്സിൽ അത് എടുത്തിട്ടില്ല. ദാറ്റ് മീൻ നമ്മൾ ഇൻകം ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ പേ ചെയ്യുന്നത് ഇതെന്ത് ചെയ്യുന്നുണ്ട്, റിവേഴ്സൽ ആവുന്നതാണ്. അങ്ങനെ ആവുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം, നമ്മൾ ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യണം. ഈ കേസിനകത്ത് ഡെഫേർഡ് ടാക്സ് ആസെറ്റ് ആയിരിക്കും വരുന്നത്. ഇനി നമ്മളുടെ ഇൻകം ടാക്സ് അനുസരിച്ച് ഡിപ്രീസിയേഷൻ കൂടുതലാണ്, അക്കൗണ്ടിങ് റെക്കോർഡ്സ് അനുസരിച്ച് ഡിപ്രീസിയേഷൻ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്രാവശ്യം ഒരുപാട് ഇൻകം ടാക്സ് നമ്മൾ കുറയ്ക്കുന്നുണ്ട്, എക്സ്പെൻസ് ആക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇൻകം ടാക്സിലെ എക്സ്പെൻസ് കൂടിയതുകൊണ്ട് തന്നെ അവിടെ ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഭാവിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൂടുതൽ എമൗണ്ട് പേ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കൂടുതൽ എമൗണ്ട് പേ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഈ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ നെറ്റ് എടുത്തിട്ടായിരിക്കണം ബാക്കി എന്ത് ചെയ്യേണ്ടത്, ടാക്സ് ലയബിലിറ്റി എടുക്കേണ്ടത്. ഇവിടുത്തെ ടൈമിംഗ് ഡിഫറൻസ് 5,70,000. ഇതിൻ്റെ 50% ആയിരിക്കും നമ്മുടെ ലയബിലിറ്റി വരുന്നത് 2,85,000.
ഇനി ദ സെയിം കേസ് ഇവിടെ വരുന്നത് അത് തന്നെ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ എക്സ്പെൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് പേ ചെയ്താലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഇൻകം ടാക്സിൽ അലൗബിൾ ആയിട്ടുള്ളത്. ഓക്കെയാണ്. ഇനി നമ്മൾ അത് പേ ചെയ്തിട്ടില്ല, നമ്മൾ അത് 21 ഏപ്രിൽ 2022 എന്ത് ചെയ്യുന്നത്, പേ ചെയ്യുന്നത്. ഓക്കെയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ബുക്കിനകത്ത് ജസ്റ്റ് എൻട്രി ആയിട്ട് കിടക്കുന്നതാണ് GST ലയബിലിറ്റി. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സിനകത്ത് അലൗബിൾ അല്ല, അടുത്ത വർഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, അലൗബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ എക്സ്പെൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അടുത്ത പ്രാവശ്യം അത് റിവേഴ്സൽ ആവും. അങ്ങനെയാണെങ്കിൽ ഈ ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറയുന്നത് അതൊരു ടെമ്പററി ഡിഫറൻസ് ആയിരിക്കും. ഈ ഒരു ടെമ്പററി ഡിഫറൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യണം. ഈ കേസിനകത്ത് എന്താണ്, ബുക്കിനകത്ത് നമ്മൾ എക്സ്പെൻസ് എടുത്തിട്ടുണ്ട്, ബട്ട് എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ ഇൻകം ടാക്സിനകത്ത് എടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണ്, ഇൻകം ടാക്സ് റെക്കോർഡ്സിനകത്ത് എക്സ്പെൻസ് കുറവായിരിക്കും, കൂടുതലായിരിക്കും എന്ത് ടാക്സബിൾ ഇൻകം വരുന്നത്. ഈ ഒരു ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കൂടുതലായിട്ട് അടയ്ക്കണം. അടുത്ത വർഷം എന്ത് ചെയ്താൽ മതി, കുറച്ച് അടച്ചാൽ മതി. സോ നമ്മൾ ഇവിടെ ഡെഫേർഡ് ടാക്സ് അസെറ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്തുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, വിർച്വലി സർട്ടൻ ആണ്, നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അസെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? അപ്പം ഇവിടെ വരുന്ന അസറ്റിൻ്റെ കേസ് എത്ര ആയിരിക്കും, 1,50,000 റുപ്പീസ് ആയിരിക്കും വരുന്നത്. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുക, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ഓക്കെയാണ്. ഈ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വെഞ്ചർ ക്യാപിറ്റലിൽ നമ്മുടെ 10 lakh റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെയാണോ? ആ 10 lakh റുപ്പീസ് അവരുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഇതാണ്. ഓസ്കാർ ലിമിറ്റഡ് എന്ന് പറയുന്ന അവിടെ 2 കോടിയുണ്ട്, CE ലിമിറ്റഡിനകത്ത് 3 കോടിയുണ്ട്, അടുത്ത് സ്റ്റാർ ലിമിറ്റഡിനകത്ത് 4 ഉണ്ട്, സോണിക്കകത്ത് 1 crore ഉണ്ട്. ടോട്ടലായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് 10 crore റുപ്പീസ് ആണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഇനി എന്താ സംഭവിച്ചത്, ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ 1920 ഈ വെഞ്ചർ ക്യാപിറ്റൽ എന്ത് ചെയ്തു, സോൾഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? സ്റ്റാർ ലിമിറ്റഡിൻ്റെ എത്രയാണോ എമൗണ്ട് ഉണ്ടായിരുന്നത് അത് ഇവരങ്ങ് സോൾഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറിന് എത്രയാണ്, 4 crore ആയിരിക്കും വരുന്നത്. ഓക്കെ ആണോ? 4. ഓക്കെ ആണോ? ഈ ഒരു എമൗണ്ട് ആണ് അവർ വിറ്റത്. ഓക്കെ ആണോ? ബട്ട് ഇവിടെ എന്താ സംഭവിച്ചത്, എത്ര രൂപയ്ക്കാണ് വിറ്റത്, 8 കോടി രൂപയ്ക്കാണ് വിറ്റത്. ഓക്കെയാണ്. ഇൻകം ടാക്സിനകത്ത് നോക്കുകയാണെങ്കിൽ 8 കോടി രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്. ഓക്കെ, 8 CR നമ്മൾ വിറ്റിട്ടുണ്ട്. എത്രയാണ് നിങ്ങളുടെ കോസ്റ്റ് വന്നേക്കുന്നത്, കോസ്റ്റ് വന്നേക്കുന്നത് 4 crore ആണ്. ഓക്കെയാണ്, 4 crore ആണ് കോസ്റ്റ് വന്നേക്കുന്നത്. അപ്പം എത്ര ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ് വരുന്നത്, ഇത് 4 CR ആയിരിക്കും വരുന്നത്. ഓക്കെയാണോ? യെസ്. ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ക്വസ്റ്റ്യൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 8 crore ഇവരെ ബുക്കിനകത്ത് എന്താ ചെയ്തേക്കുന്നത്, ഇവർ വെഞ്ചർ ക്യാപിറ്റലിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. സോ എന്തുണ്ട്, ഇവർ ഒറ്റ എമൗണ്ട് ആണ് കാണിച്ചേക്കുന്നത്. അവിടുത്തെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ക്യാരിയിങ് എമൗണ്ടിൽ നിന്ന് കുറച്ചിട്ട് 2 crore ആയിരിക്കും ഇവരുടെ ബുക്കിനകത്ത് വരുന്ന എൻട്രി. ഇവരെന്താ ചെയ്തത്, ഇവർ ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് അതിനെ കുറയ്ക്കുന്നതിന് പകരം ഈ ടോട്ടൽ എമൗണ്ടിൽ നിന്നാണ് കുറച്ചേക്കുന്നത് 8 CR. അങ്ങനെ വരുവാണെങ്കിൽ 10 - 8 = 2 CR. ഓക്കെ, ഇപ്പോൾ ഈ എമൗണ്ട് ആണ് അവിടെ കിടക്കുന്നത്. ഇൻകം ടാക്സിൽ അങ്ങനെ അലൗബിൾ ആണോ, ഇൻകം ടാക്സ് പറയാൻ അങ്ങനൊന്നും പറഞ്ഞിട്ട് പറ്റത്തില്ല. നിങ്ങളുടെ ബുക്ക് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. ബട്ട് നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് എത്രയാണോ സെയിൽ പ്രൊസീഡ്, ആ പ്രൊസീഡിനകത്ത് നിന്ന് അത് അക്യൂർ ചെയ്ത കോസ്റ്റ് ഓഫ് അക്വസിഷൻ നമ്മൾ കുറയ്ക്കും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് അക്കൗണ്ട്സ് അനുസരിച്ച് എത്രയാണ്, 4 CR നമുക്ക് പ്രോഫിറ്റ് വരുന്നുണ്ട്. എത്രയാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നത്, 20% ആയിരിക്കും വരുന്നത്. അങ്ങനെ. ബട്ട് ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ബാക്കിയുള്ള കമ്പനികളുണ്ടല്ലോ, അവർ പെർഫോമൻസ് അത്ര നല്ലതല്ല, അവരുടെ ഓപ്പറേഷൻസ് നല്ലതല്ല. അപ്പം ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവർ ഇമ്പയർമെൻറ്റ് ലോസ് ജൂൺ 2020 ക്വാർട്ടറിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ, നമ്മളിപ്പം നമ്മൾ കൂടുതൽ ടാക്സ് അടയ്ക്കുകയാണ്. ഇവർ എന്താ ചെയ്തേക്കുന്നത്, ബുക്കിനകത്ത് ഇതൊരു ഈ ഒരു ഇതിനെ ഒരു ബ്ലോക്ക് ആക്കി എടുത്തിട്ട് ടോട്ടലി എന്നാണ് കുറച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് വന്നിട്ടില്ല, പ്രോഫിറ്റ് വന്നിട്ടില്ല. ഓക്കെയാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവർ എടുത്തേക്കുന്നത് ടോട്ടൽ 10 crore ആണ് വന്നേക്കുന്നത്. ഈ 10 crore ഇവർ ബുക്കിനകത്ത് കാണിച്ചേക്കുന്നത്. ബട്ട് അങ്ങനെയല്ല, ഇൻഡിവിജ്വൽ ആയിരിക്കും ഇൻകം ടാക്സിൻ്റെ പർപ്പസിൽ നോക്കുന്നത്. ഓരോ ഷെയറിനും അത് വിറ്റപ്പം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, എന്നിട്ടായിരിക്കും ഇതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് നമ്മൾ അത് പ്രോഫിറ്റ് ഉള്ളതും ലോസ് ഉള്ളതും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നത്. ഈ കേസിനകത്ത് ബുക്ക് അനുസരിച്ച് 2 crore വന്നിട്ടുള്ളൂ. ഓക്കെ ആണോ? അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, ബട്ട് ഭാവിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കി വിൽക്കുകയാണെങ്കിൽ അതിന് പ്രോഫിറ്റ് വരും. ഓക്കെ ആണോ? അപ്പോൾ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു കേസിനകത്ത് സംഭവിച്ചേക്കുന്നതെന്ന് പറയുന്നത്, നമ്മൾ ടാക്സ് കൂടുതൽ ഇപ്പോൾ അടയ്ക്കുകയാണ്, അക്കൗണ്ടിങ് എന്താണ് കുറച്ചാണ് ചെയ്തേക്കുന്നത്. ഓക്കെ,
ഇങ്ങനെ ഒരു സിറ്റുവേഷനകത്ത് എന്തായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്? ഡെഫേർഡ് ടാക്സ് അസറ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ബട്ട് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ലോസ് ആണ് ഇപ്പോൾ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോസ് മേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു വിർച്വലി സർട്ടൺ ആയിട്ടുള്ള കാര്യമല്ല വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡെഫേർഡ് ടാക്സ് അസറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ ആണോ? ഇത് പെർഫോമൻസ് എന്ത് ചെയ്യുന്നില്ല, നന്നായിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, റെക്കഗ്നൈസ് ചെയ്യരുത്. ഇപ്പം ടാക്സ് കൂടുതൽ അടയ്ക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾ ഇപ്പം എന്ത് ചെയ്യില്ല, ഡെഫേർഡ് ടാക്സ് അസറ്റ് ക്രിയേറ്റ് ചെയ്യില്ല. ബിക്കോസ് ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഇത് വിർച്വലി സർട്ടൺ അല്ല. അടുത്ത വർഷങ്ങളിൽ ഈ ഡെഫേർഡ് ടാക്സ് അസറ്റ് ക്രിയേറ്റ് ചെയ്തതനുസരിച്ച് നമ്മുടെ എന്ത് ചെയ്യാൻ, ടാക്സ് അടയ്ക്കാൻ. ബിക്കോസ് എന്താണ്, ഇവർ ഓൾറെഡി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ഓൾറെഡി എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അത്ര എമൗണ്ട് പോലും ചിലപ്പോൾ റിയലൈസ് ചെയ്ത് കിട്ടത്തില്ല. അങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ വരത്തില്ല. ഓക്കെ ആണോ? ഈ ക്യാപിറ്റൽ ഗെയിൻ വരത്തില്ല, പിന്നെ ടാക്സ് ലയബിലിറ്റി വരത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾസ്, ഇതെല്ലാം നിങ്ങളുടെ ഇല്ലുസ്ട്രേഷൻസ് ആൻഡ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത്, നിങ്ങളുടെ മൊഡ്യൂളിനകത്ത് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നിങ്ങൾ തന്നെ അതെന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് എന്തുണ്ട് വരത്തുള്ളൂ, ഐഡിയ വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഐഡിയ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളിനകത്തോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇരുന്ന് കാണും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇച്ചിരി കട്ടിയായിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് എങ്ങനെ വരുന്നു, എന്നെ സംബന്ധിച്ചോളം ഞാൻ സിമ്പിളാക്കാവുന്ന രീതിയിൽ സിമ്പിളാക്കി. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നന്നായിട്ട് ഹോംവർക്ക് ചെയ്താൽ മാത്രം മനസ്സിലാവുന്ന ഒരു സ്റ്റാൻഡേർഡാണിത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആ സ്റ്റാൻഡേർഡിനെ പഠിക്കുക, ആ ഒരു ഫൗണ്ടേഷനെ ഉണ്ടാക്കുക. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, എക്സാംസിന് പോവുക. കാണാതെ പഠിക്കുന്ന രീതി എന്ത് ചെയ്യുക, ഒഴിവാക്കുക. 5 മാർക്കിൻ്റെ ഒക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ഇപ്പോൾ MCQ ഉണ്ട്, അപ്പോൾ സ്കിപ്പ് അടിക്കുന്ന കാര്യങ്ങൾ മാറ്റുക. ഇത് വളരെ ലോജിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ജസ്റ്റ് നിങ്ങൾ സാലറി എന്ന് പറയുന്ന കാര്യമായിട്ട്, ഞാൻ എപ്പോഴും പറയാറുള്ള, നമ്മൾ പണ്ടോട്ടേ കേട്ട് വരുന്ന ഒരു ടൈമാണത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഫെമിലിയാരിറ്റി ഉണ്ടായിരിക്കും. പെയ്ഡ് ഡെഫേർഡ് ടാക്സ് എന്നൊക്കെ കേൾക്കുമ്പോഴേ നമ്മുടെ എല്ലാം പോവും. അപ്പം ഈ ഒരു സിറ്റുവേഷനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഇരുന്ന് ചെയ്യുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.